പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ. ഒരു മിനിറ്റ് എടുക്കാൻ തരാം. അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് മിനിസോയിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റൈൽ യൂണിയനിൽ പോകുന്നുണ്ട്. മിനിസോയിൽ പോകുന്നുണ്ട്, സ്റ്റൈൽ യൂണിയനിൽ പോകുന്നുണ്ട്. അപ്പം ഈ രണ്ട് സ്ഥലത്ത് പോയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. Let's get start. പുതിയ സൈക്കിളും കാണിച്ചു തരാം. പുതിയ സൈക്കിള് മാത്രമേ ഉള്ളൂ. അല്ല, പുതിയ സൈക്കിളല്ല, പഴയ സൈക്കിള് പുതിയതാക്കിയതല്ല. വീൽ എന്താണ് ബാലൻസ് വീല് മാറ്റിയത്. പക്ഷെ ഞങ്ങള് ഓടിക്കാൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോണേ ഉള്ളൂ അല്ലേ? ഞങ്ങള് പഠിക്കാൻ പോണേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഓടിക്കണേ. ഞാൻ ഇതുവരെ സ്റ്റൈൽ യൂണിയനിൽ പോയിട്ടില്ല കേട്ടോ. സ്റ്റൈൽ യൂണിയനിലല്ല, ഇപ്പൊ കുറെ നാളായിട്ട് നമ്മള് ഡയറക്റ്റ് ഷോപ്പിംഗ്, കടയിൽ പോയിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും കുറെ നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഫുൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പം ഇന്ന് ഒരു മൂഡ് വന്നു പോവാന്ന്. അപ്പം ഞാനങ്ങനെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കടയിൽ പോയിട്ട് നമ്മൾ ട്രയൽ നോക്കുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഒന്നാമത്തെ ഹെൽമെറ്റ് എടുത്തില്ല. ജൂനിട്ട് നമ്മള് ഹെൽമെറ്റ് എടുത്തില്ല. ഡാഡെ വിളിച്ച് പറയാം. നടന്നോളൂ. പറയാം. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ട്രയൽ നോക്കുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊക്കെ എനിക്ക് ഭയങ്കര സമയം നഷ്ടം പോലെ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം ഓൺലൈനായിട്ട് ഇങ്ങനെ ഓൺലൈനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഈ സുഡിയോ ആണെങ്കിലും മാക്സ് ആണെങ്കിലും വെസ്റ്റ് സൈഡ് ആണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാം ഇട്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 പേരുണ്ടാവും അതുപോലത്തെ ബബളോ. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അതൊന്നും ഞാനിപ്പോൾ അങ്ങനെ പോകല് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇന്നെന്തോ ഒന്നാമത്തെ സ്റ്റൈൽ യൂണിയനിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഒന്ന് പോകാനൊരാഗ്രഹം, പിന്നെ ഒരു ഷോപ്പിംഗ് മൂഡ് വന്നു. അപ്പം നമുക്ക് അയ്യോ അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. ഞങ്ങൾ മിനിഷോ പോയിട്ട് ഡാഡിക്ക് ഒരു പെർഫ്യൂം വാങ്ങിച്ചു വെക്കാൻ പോവാ. സർപ്രൈസ് ആണോ? സർപ്രൈസ് ഒന്നുമില്ല. ഞങ്ങൾ ആദ്യം ഒരു ഡാൻസ് സ്കൂളിലേക്കാണ് കേട്ടോ പോയത്. ജൂനൊരു ഡാൻസ് സ്കൂളിൽ ചേർക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 45 ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് മിനിസോൻ്റെ അടുത്ത് തന്നെ ഒരു ഡാൻസ് സ്കൂളുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് അവനെ അവിടെ ചേർത്ത് 5 മണിക്ക് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മിനിസോയിൽ പോയി. നമ്മുടെ ആദ്യത്തെ ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈൽഡ് സ്മെല്ലുള്ള പെർഫ്യൂം വാങ്ങിക്കുക എന്നുള്ളതാണ്. എനിക്കും ജുഗ്നുവിനും ഭയങ്കര രൂക്ഷമായ ഗന്ധങ്ങൾ പറ്റില്ല. എനിക്ക് മൈഗ്രെയിൻ വരും. ജുഗ്നുവിന് എന്തോ ഇഷ്ടമല്ല അങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഗന്ധം. അപ്പോൾ നമ്മളിങ്ങനെ മൈൽഡായിട്ടുള്ള സ്മെല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യേട്ടന് എത്ര ഭയങ്കരമായിട്ടുള്ള സ്മെല്ലൊന്നും സൂര്യേട്ടനും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മിനിസോ ആണ്, അറിയാലോ, ഭയങ്കര ക്യൂട്ട് ഐറ്റംസിൻ്റെ ഒരു ഏരിയ ആണ് മിനിസോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ പോയി എല്ലാ ഐറ്റംസും നോക്കുകയാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം ഈ കുഞ്ഞു സ്റ്റിക്കി നോട്ട്സ്, അങ്ങനത്തെ കുറേ കുഞ്ഞു ബുക്കുകൾ, പെൻസ്, അതൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. ബോട്ടിൽസ്, അതൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഒരു ഭയങ്കര രസമുള്ള ഒരു ഹൈലൈറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് എവിടെയോ എടുത്തിട്ടുണ്ട്. കണ്ടോ, അതേ അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഹൈലൈറ്റർ അത് മിഠായി പോലെ ഇരിക്കണില്ലേ. ഞാനത് എന്ത് സാധനം എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ തന്നെ ഹൈലൈറ്റർ. ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിക്കാനുള്ള ത്വര തോന്നിപ്പിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത്തവണ ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. അനാവശ്യമായ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. എനിക്കിത് ഈ ഉറങ്ങുമ്പോൾ കണ്ണി കിടന്ന സാധനത്തിൻ്റെ പേരെന്താ ഞാൻ മറന്നു. ഈ സാധനം മേടിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ജുഗ്നുവിനും വേണമെന്ന് പറഞ്ഞു. 250 രൂപ 200 രൂപയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. കാരണം വെറുതെ അവന് ആവശ്യമില്ല, അവനത് വയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഞാൻ പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മറ്റേ ഫേസിൽ നിന്ന് ഹെയർ റിമൂവൽ ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ ഒന്നിൻ്റെ പേര് കിട്ടുന്നില്ല, അതൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു.
അത് കഴിഞ്ഞാൽ അവന് 5 മണിക്കാണ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റൈൽ യൂണിയൻ പോയി തിരിച്ചെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാം ട്രീയിൽ പോയിട്ട് എന്തായാലും ആ ഒരു വീക്കിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, നട്ട്സും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും പാം ട്രീ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് ഒരു ചായയൊക്കെ കുടിക്കുമ്പോഴേക്കും 5 മണിയാവും. അപ്പോൾ അവന് ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് സ്റ്റൈൽ യൂണിയൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പാം ട്രീയിൽ പോയിരിക്കുകയാണ്. അവിടെ പോയി ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് നോക്കി, പലതരം കപ്പലണ്ടികളുണ്ട്, കപ്പലണ്ടികളുടെ ടേസ്റ്റ് നോക്കി, പിന്നെന്താ കാഷ്യൂവിൻ്റെ ടേസ്റ്റ് നോക്കി, ബദാമിന് പിന്നെ അധികം ടേസ്റ്റ് നോക്കില്ല, ഒരൊറ്റ ഐറ്റം മാത്രം വാങ്ങി. അങ്ങനെ പല സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചൂടില്ല, അയ്യോ ചൂടുണ്ടാ, കുഴപ്പമില്ലേ? ചൂടുണ്ടല്ലോ, അവിടെ വയ്ക്കാം, ചൂടുണ്ട്. നാക്ക് പൊള്ളിട്ട് പിന്നെ അറിയണ്ടാവില്ല. അല്ലേ? അപ്പം നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ജുഗ്നൂറിൻ്റെ ഡാൻസിന് വിട്ടിട്ട് നമ്മൾ സ്റ്റൈൽ യൂണിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ, ചെന്നിരിക്കുകയാണ്. ജുഗ്നൂറിൻ്റെ ഡാൻസ് കഴിയാൻ 6:30 അപ്പോൾ നമുക്കൊരു 1.5 hour ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് സ്റ്റൈൽ യൂണിൽ പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല എന്തൊക്കെ വാങ്ങിക്കണം. നമ്മൾ ചുമ്മാ ഒന്ന് പോണതാണ്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോണതാണ്. അപ്പോൾ സൂര്യ ചേട്ടന് ഒരു ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് പറ്റിയ ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം മെൻസ് വെയറിൻ്റെ സെഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പം എനിക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഹായ് അതെടുക്കാം ഇതെടുക്കാം ഇത് അങ്ങനെ എടുക്കാം എന്ന് തോന്നുന്ന രീതിയിലൊന്നും കണ്ടില്ല. ടീഷർട്ട്സ് ആണെങ്കിലും അങ്ങനെയൊന്നും. പിന്നെ കുറച്ച് തപ്പി പിടിച്ച് ഒരു 2 ഐറ്റം സൂര്യചേട്ടൻ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സെഷനിലേക്ക് എത്തി. എനിക്കും അവിടെ ചെന്നപ്പം അങ്ങനെ ഈ പറയണ പോലെ ഭയങ്കര ആക്രാന്തം പിടിച്ചെടുക്കുന്ന സാധനങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. മേ ബി ഓരോ ടൈമിൽ ഓരോ തരത്തിലാണല്ലോ, അതായിരിക്കാം. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പം വില കുറവൊന്നുമില്ല. നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വിലക്കുറവ് തോന്നില്ല, അതേപോലെ വിലക്കുറവൊന്നുമില്ല. എല്ലാം 1299, മിക്കതും 1299 ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാടൊന്നും എടുക്കണം എന്ന് തോന്നിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ ഒരു മോഡൽ ഡ്രസ്സൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് കിട്ടിയ ഒരു പെയറും കൊണ്ട് ഞാൻ ഡ്രസ്സിങ് ഏരിയയിലേക്കല്ല ട്രയൽ ഏരിയയിലേക്ക് പോയി. പിന്നെ പോണ വഴിക്ക് കിട്ടിയതാണ് ഈ കോഡ് സെറ്റ്. ഇതും ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ എനിക്ക് രണ്ടും ഫിറ്റിങ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, എനിക്കെന്താ അറിയില്ല, ഫിറ്റിങ് അങ്ങോട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പാകമാണോന്ന് ചോദിച്ചാൽ പാകമാണ്, ടൈറ്റൊന്നും അല്ല, പക്ഷേ ഫിറ്റിങ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണോ വേണ്ടോ എന്ന് ആലോചിച്ച് അവസാനം വേണ്ട എന്ന് വെച്ചിട്ട് അത് അവിടെ ഇട്ടു. അത് കഴിഞ്ഞ് ജുഗുവിന് കുറച്ച് 2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടൊരു 1/2-3 മണിക്കൂറായിട്ടുണ്ട്. അവിടെ എത്തി ചായ കുടിച്ച് വർത്തനൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതേ വ്ളോഗ് എൻഡ് ചെയ്യുന്നത്. ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു. പക്ഷേ എന്നത്തെയും പോലെ ഞാൻ ഒന്നും വാങ്ങിയത് സൂര്യചേട്ടനും ജുഗുനുള്ളത് വാങ്ങിയിട്ടുണ്ട്, ഞാൻ വാങ്ങിയില്ല. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. ഞാനിപ്പം ഐ തിങ്ക് ഞാൻ ഓൺലൈൻ ഷോപ്പിങ്ങിന് അഡിക്റ്റഡ് ആണ്. ഓൺലൈൻ ഷോപ്പിങ്ങിന് അഡിക്റ്റഡ് എന്നല്ല, എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഓർഡർ ചെയ്യാം, വന്നു ഇട്ട് നോക്കി നമുക്ക് വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം, തിരിച്ച് വീണ്ടും ഓർഡർ ചെയ്യാം, റിട്ടേൺ ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ പരിപാടികളാണ് എൻ്റെ അങ്ങനത്തെ ഒരുമാതിരി വൃത്തികെട്ട ജീവിതമായി പോയി എൻ്റേത്. എനിക്കിപ്പോൾ എന്താ അറിയില്ല, എനിക്ക് എല്ലാ തവണയും അതെ, ഞാൻ സ്റ്റുഡിയോ പോയാലും മാക്സി പോയാലും വെസ്റ്റ് സൈഡിൽ പോയാലും എവിടെ പോയാലും എനിക്ക് തൃപ്തിയാവില്ല. ഇട്ട് നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഫിറ്റിങ് അങ്ങോട്ട് ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല എന്നല്ല കേട്ടോ. വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ എനിക്ക് ഫിറ്റിങ് ഓക്കെയാണ്. ബിക്കോസ് അതെൻ്റെ ബോഡിയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബൾജി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് പറ്റണത് നോക്കി കണ്ടുപിടിച്ച് കുറേ നേരം, എത്ര നേരം വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഫോണാണ്, നമ്മുടെ കൈയാണ്, നമ്മുടെ സ്ക്രോളാണ്, നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചെയ്തിട്ട് ഓർഡർ നോക്കി വാങ്ങിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി ഇടലാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇടലാണ് എനിക്ക് സാറ്റിസ്ഫൈയിങ് ആണ്, അതാണ് എനിക്ക് സാറ്റിസ്ഫൈയിങ് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനിനി എന്തായാലും ഞാൻ ഇപ്പോൾ വീണ്ടും എൻ്റെ 42 ദിവസത്തെ റെസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അഗെയിൻ എൻ്റെ ഒരു
പഴയ ഒരു ജീവിതത്തിലേക്ക് ഞാൻ കാലുവച്ചിരിക്കുകയാണ്. ഇന്നിപ്പം ഞായറാണ്. അപ്പം നാളെ തിങ്കളാഴ്ച തൊട്ട് ഞാൻ വീണ്ടും ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു, ജിമ്മിൽ പോകുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പതുക്കെ ഞാൻ വീണ്ടും ബോഡിയൊക്കെ ഫിറ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ പറയുന്ന സ്റ്റൈൽ യൂണിയനിലും സുഡിയോയിലും മാക്സിലും വെസ്റ്റ് സൈഡിലൊക്കെ പോയിട്ട് വീണ്ടും അടിപൊളി ഡ്രസ്സുകളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു സ്റ്റൈൽ യൂണിയൻ ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാം. അതുവരെ സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.